ഹായ് വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. ഏവരും പ്രതീക്ഷിച്ചിരുന്ന വാർത്ത തന്നെയാണിത്. എന്നാൽ ഇന്ന് ഒഫീഷ്യലായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കൂടി ഒന്ന് നോക്കാം. അതെ, ഇന്ത്യയുടെ ഹെഡ് കോച്ചായി ഗൗതം ഗംഭീറിനെ നിയമിച്ചിരിക്കുകയാണ്. BCCI ഒഫീഷ്യലായി ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. BCCI സെക്രട്ടറി ജയ് ഷാ ഇങ്ങനെയാണ് തൻ്റെ അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ത്യയുടെ ഹെഡ് കോച്ചായി ഗൗതം ഗംഭീറിനെ സ്വാഗതം ചെയ്യുന്നത്. ആധുനിക ക്രിക്കറ്റ് അതിവേഗം വികസിച്ചു. തൻ്റെ കരിയറിൽ ഉടനീളം വ്യത്യസ്ത റോളുകളിൽ മികവ് പുലർത്തുകയും പ്രതിസന്ധി തരണം ചെയ്യുകയും ചെയ്തതിനാൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുയോജ്യനാണ് ഗൗതം ഗംഭീർ എന്നെനിക്കുറപ്പുണ്ട്. ടീം ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും വിപുലമായ അനുഭവവും ചേർന്ന് ആവേശകരവും ഏറ്റവും അനിവാര്യവുമായ ഈ കോച്ച് എന്ന പദവി ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ മികച്ചതാക്കുന്നു. ഈ നവയാത്ര ആരംഭിക്കുമ്പോൾ BCCI അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഇതായിരുന്നു ജയ് ഷായുടെ വാക്കുകൾ. അതുപോലെ തന്നെ ഗൗതം ഗംഭീറിനെ ഇന്ത്യയുടെ ഹെഡ് കോച്ചായി നിയമിക്കാനുള്ള ഏറ്റവും വലിയൊരു തീരുമാനം തന്നെ ഇത്തവണത്തെ IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL കിരീടം ചൂടിയപ്പോൾ തന്നെ ഗൗതം ഗംഭീറിൻ്റെ കോച്ചിൻ്റെ മികവിനെക്കുറിച്ച് ചർച്ചയായതാണ്. അന്ന് മുതൽ തന്നെ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി വരും എന്ന ഒരു വാർത്ത പടർന്നിരുന്നു. ഗൗതം ഗംഭീറിൻ്റെ ഇൻ്റർനാഷണൽ കരിയർ നോക്കുകയാണ് എങ്കിൽ 58 ടെസ്റ്റ് മാച്ചുകളും 147 വൺ ഡേ ഇൻ്റർനാഷണൽസും 37 2020 ഇൻ്റർനാഷണലും അതുപോലെ 154 IPL മാച്ചസുമാണ് കളിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ESPN ക്രിക്കറ്റ് ഇൻഫോ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2027 വരെ ആയിരിക്കും ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി തുടരുക. അതായത് ഡിസംബർ 2027 വരെ ഇന്ത്യയുടെ കോച്ചായി ODIയിലും 2020യിലും ഗൗതം ഗംഭീർ തന്നെ ആയിരിക്കും. 2020 വേൾഡ് കപ്പോടെ രാഹുൽ ദ്രാവിഡ് തൻ്റെ പദവി ഒഴിഞ്ഞിരുന്നു. അതിനുശേഷം സിംബാബ്വെ ടൂറിൽ ഇന്ത്യയുടെ കോച്ചായി VVS ലക്ഷ്മണനാണ് പോയിരിക്കുന്നത്. എന്നാൽ അസിസ്റ്റൻറ്റ് കോച്ചുകളായ ബാറ്റിംഗ് കോച്ച് വിക്രം റാവുത്തർ, ബൗളിംഗ് കോച്ച് പരാസ്, ഫീൽഡിംഗ് കോച്ച് T ദിലീപ് എന്നിവർ തുടരുന്നതിനെപ്പറ്റി BCCI വ്യക്തമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.